വണ്ടി ഇവിടെ വയ്ക്കുക. സൗണ്ട് കേട്ടാലേ അവൻ ചിലപ്പം മുങ്ങും. ആ കേശവനാ, ഒന്ന് വിളിച്ചാനാ. ചോറായില്ല മുതലാളിയാ രാജേട്ടാ പറയാണ്ടോന്ന് വിളിക്കായിരുന്നില്ലല്ലോ. പറഞ്ഞാലും വിളിച്ചാലും നീ ഇവിടെ ഉണ്ടാവില്ല. നീ എന്താ പണിക്ക് വരാറുന്ന? രാജേട്ടാ നാളെ ഞാൻ വരും. ഓടങ്ങാണ്ട് വരും പണിക്ക്. നാളെ തൃപ്പേറെ പണി വന്നോളടാ. ചോറെടുക്കണ്ടല്ലേ? തൃപ്പേറാൻ പറ്റില്ല പണി അനന്തണ്ടാവില്ലേ? നമ്മളത്തിന്റെ അടുത്ത പണി. നീ ചോറൊക്കെ എടുത്തോ. ഒരു കാര്യം ചെയ്യണണ്ട, നീ സ്ഥിരം പറഞ്ഞ ബസ്സില്ലേ നേരത്തെ വരിക. മുതലാളി മീനൂട്ടി പോയിട്ട് വരലോട്ടാ. ഈ മീനൂട്ട നീ എപ്പോ പറഞ്ഞ പണിക്ക്? മീനൂട്ടിന് പോണ കാര്യമില്ല. മീനൂട്ടി ബസ് പോയിട്ട് പുറകില് ബസ്സിൽ വരാൻ അങ്ങനെ തെളിച്ച് ബസ്സിലോട്ടല്ലോട്ടാ. അതെ, നീ മീനൂട്ടി ചാത്തുണ്ണി ഏലും കൊണ്ടുപോയി കുഴപ്പമില്ല. നാളെ പണി സ്ഥലത്ത് നേരത്തെ തണ്ട. മുതലാളി നാളെ വരുന്ന് ഉറപ്പായിട്ട് വരും. പറ്റിപ്പന കൂടിത്തെ കാശവാ. അത് ഞാൻ വരും. നാളെ കിട്ടോന്നാ. അത് ശരി. ചോറിലൊക്കെ വന്നിട്ട് കേശവാ ഇങ്ങോട്ട് വാടാ. നീ പണിക്കൊക്കെ പോയി തുടങ്ങിയ വിളിച്ചു. വെറുതെ അല്ല പിന്നെ തല്ലി തകർത്തും മഴ. ഞാൻ പോട്ടെന്നാ. മിലിറ്ററിക്കാരൻ തോമസ് സാറിന്റെ അവിടെ പോയപ്പോ അവിടെ നിന്ന് കിട്ടിയതാ. വേറെ രണ്ടെണ്ണം വിട്ടു. നീ അത് ആത്മാർത്ഥമായിട്ട് പണിക്ക് പോണ ആളല്ലേ. ഇട്ട് പോടാ. സാരടാ, എനിക്കിതൊക്കെ സ്വപ്നം കാണാനേ പറ്റുള്ളൂ. അടിപൊളി കാണാം. കപ്പയിടുന്നേ ഇന്നത്തെ പൈതാൻ കളഞ്ഞില്ല എന്റെ. ഞാൻ തന്നെ പണിക്ക് വല്ലപ്പോഴുള്ള അങ്ങനൊക്കെ പഠിക്കുന്നേ നന്നാവണ്ടേ എനിക്ക്. ഇന്നത്തെ ഇതൊക്കെ ആരിന്റെ പണിക്ക് പോണ്? എന്നിട്ട് നോക്കിട്ട് പറയത്തൊന്നും. അമ്മായിപ്പം മറ്റേ 16 പ്രാവശ്യം പറഞ്ഞു. എന്തെന്ന് പറഞ്ഞപ്പോ ഞാനത് ആട് പറയാം. പത്രത്തെ കരമകോള കൂടി ഇതില് കരമം അത് അവസാനം. അതെ മുതലാളി, എന്റെ അമ്മ മരിച്ചു മുതലാളി. നീലേശ്വരത്തുള്ള ജാനകിയമ്മ 90 വയസ്സായിരുന്നു. ഇന്നലെ അറ്റാക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ടായി. എനിക്ക് എന്തല്ല മറ്റേ മുരിക്കുണ്ടായി പോയി. എന്റെ അമ്മ പോയത് മുതലാളി. മുതലാളിക്ക് ശോധന പത്രം എടുത്ത് നോക്ക്. ഇന്നത്തെ പത്രത്തിലുണ്ട്. അതെ, പൈസ ഒരു 500 ഇട്ടോ. എനിക്ക് അവിടുന്ന് വണ്ടി കഴിച്ചാൽ അവിടെ വരെ പോവാനായിട്ട് ഗൂഗിൾ പേ ചെയ്താ. ശരി. അയ്യോ ശരി മുതലാളി. ആണേ എന്റെ പണി കളഞ്ഞു. ആ സാധനം ഒഴിച്ച ഞാൻ തീർത്തിട്ട് എന്റെ മിൽക്ക് പല കത്തി ഞാൻ കേട്ടു. ഇതുമാതിരി കത്തി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. മാട്ടെ ഓട്ടാ ബൈറ്റാണോ? ബൈറ്റ് ചക്കര ഉമ്മ. വിളിച്ചു വരുത്തി ഞാൻ പിറ്റേത് ഭേദാവനും. വണ്ടി നോക്കി ഓടിക്കുക. അയ്യോ മുതലാളി രാജാ. അയ്യോ കേശവാ, ഇതിലെ എവിടെ നിന്നാ മാമ? രാജേട്ടാ, രാജേട്ട ഈ പത്രത്തിലല്ല, അത് മാതൃഭൂമിയിലാ. ഉണ്ടായപ്പോ നിർത്തി കേശവാ. നിങ്ങളുടെ വീട്ടിൽ പോയിണ്ടായി. എന്റെ അമ്മ അല്ലാതായിരുന്നു പറഞ്ഞു. നീലശരത്ത് അങ്ങനത്തെ ഒരു ബന്ധുക്കാർ നിനക്കില്ലെന്ന്. ഈ എന്തിനാണ്ട കേശവാ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റിയ പണിക്കും വരില്ല. മുതലാളി നാളെ ഞാൻ വരാം. ഇന്ന് ഒരു ദിവസം ഇങ്ങനെ പറ്റിപ്പോയി. നാളല്ല, ഇനി തൊട്ട് എന്റെ സൈറ്റിക്ക് നീ കേറി പോയാ വേറെ ഇവിടെ ബംഗാളിന് കൂടുന്നത്. നിന്റെ പോലെ ആൾക്കാർ മലയാളികൾ കൂട്ടായിപ്പണ്ടാ.
അയ്യോ മുതലാളി നാളെ വരാം എന്തായാലും നേരത്തെ ഇടാൻ വരെ പൈസ ഇല്ല മുതലാളി നാളെ വരാം പോന്ന് മാറാണ് നീ നന്നാവില്ല കേശവ പോടാ പോടാ ചിലപ്പടി ഇത് വയ്യം